ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. സുഖം എന്ന് പറയുകയാണെങ്കിൽ തണുപ്പും കൊണ്ട് ഒരു രക്ഷയല്ല മക്കളെ. ഐറ്റാ സൈസ് തണുപ്പാണ് കേട്ടോ ഇവിടെ. നമ്മൾ നാട്ടിലേക്കൊന്നും അങ്ങനെ ഈ വയനാട്ടിലുള്ള അത്ര തണുപ്പൊന്നും ഇല്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നാട്ടിലുള്ള കുടുംബക്കാരെയും ഇവരൊക്കെ വിളിക്കുമ്പോഴേ നമ്മൾ ഈ തണുപ്പ് തണുപ്പ് എന്ന് പറയുന്ന ആ സൈസ് തണുപ്പൊന്നും ഓർക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം വയനാട്ടിലാണ് തണുപ്പ് കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ എന്തെന്നെ ആണേലും ഞങ്ങൾക്ക് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കണതല്ലേ, അപ്പോൾ ആ സ്വെറ്ററൊക്കെ അങ്ങോട്ട് ഊരി വെക്കാമെന്നൊക്കെ ഞാൻ വിചാരിക്കുക. പക്ഷേ എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റണില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടിയില്ല, അതവിടെ കിടക്കട്ടെ, എനിക്ക് വയ്യേ, തണുപ്പാണ്, നല്ല മഞ്ഞും തണുപ്പുമാണ്. പക്ഷെ തണുപ്പാണേന്ന് വിചാരിച്ച് പുതപ്പിൻ്റെ ഉള്ളിൽ ചുരുണ്ട് കൂടി കിടക്കാനൊന്നും പറ്റൂലല്ലോ. കുട്ടികളെ മദ്രസക്ക് പറഞ്ഞയക്കണം, പിന്നെ നമുക്ക് നമ്മളതായ പണിയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതാ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നാസിമോനും ആ കുട്ടിക്കൊക്കെ കണ്ട് കടന്നുറങ്ങിക്കൂടേന്ന് ഞാനും വിചാരിക്കും. ഇവരെ പോലെ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ കടന്നുറങ്ങുന്നുണ്ടേനോന്ന്. പക്ഷെ ഓരൊക്കെ ഇതാ നീച്ചങ്ങനെ വരുന്നുണ്ട്, ഓരോരുത്തർ മദർസൊക്കെ വിട്ട് വന്നതാണ് ഇവർ. അപ്പം ഞാൻ എൻ്റെ പണികൾ എടുക്കുകയാണ് കേട്ടോ. ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം പുട്ടിനുള്ള പൊടി ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇത് ഒരുത്തൻ ഇവിടെ പഞ്ചസാര കട്ട് തിന്നുന്നുണ്ട് കേട്ടോ. പഞ്ചസാര കുപ്പി കണ്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് തിന്നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓനിക്കേ അതൊന്ന് തിന്നോക്കല്ലോ ഓനിക്കൊരു ഹോബി ആയിനി. അപ്പം ഞാൻ പൊടി അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ കുക്കറിൽ ആ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു സാധനം ഉണ്ട്, അപ്പം അതിലാണ് കേട്ടോ ഒന്ന് പുട്ടുണ്ടാക്കുന്നത്. പിന്നെ ഒരടുപ്പിൽ ഇതാ നല്ല കട്ടൻ ചായക്കുള്ള വെള്ളവും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ പുട്ടുണ്ടാക്കി കൊടുത്ത ഈറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തോ ഒരു സംഭവം പോലെയാണ് ഓര് വിചാരിക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് കഴിക്കാൻ. പിന്നെ എളുപ്പത്തിലാവും ചെയ്യും. എനിക്ക് മറ്റേൽ ചുടുന്നതിനെക്കാട്ടി എളുപ്പത്തിൽ ഇതിലാണ് കേട്ടോ ആവണമെന്ന് തോന്നുക. അങ്ങനെ തേങ്ങയും കൊണ്ടുള്ള അഭ്യാസമാണ് ഇവിടെ നടക്കുന്നത്. 1 2 3 4 മുട്ടലൊന്നും മുട്ടിയിട്ടൊന്നും തേങ്ങ പൊട്ടി ഇങ്ങോട്ട് പോന്നില്ല കേട്ടോ. പിന്നെ ഇതാ അങ്ങോട്ട് പൊട്ടിച്ചിന്. അതിൽ കുറേ വെള്ളം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഒരു പാട്ടയൊക്കെ എടുത്ത് ചോട്ട് കൊണ്ടുവച്ച് ഒരു തുള്ളി വെള്ളമാണ് കിട്ടിയത്. അതാണെങ്കിൽ തേങ്ങ പൊളിച്ചപ്പോഴേക്കും ആ കിട്ടിയ വെള്ളമൊക്കെ അതാട്ടോ അവിടെ മറിഞ്ഞു പോയിട്ടുണ്ട്. ഒരു തേങ്ങ പൊളിക്കാൻ വരെ എത്ര കാലമായിട്ട് പഠിച്ചിട്ടില്ലാന്ന്. അങ്ങനെ തേങ്ങയൊക്കെ പൊളിച്ചെടുത്ത് അവിടെ വെച്ചാണ് ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അത് കണ്ടില്ലേ, രാത്രിയൊക്കെ മഴ പെയ്ത പോലെയാണ് ചെടികളൊക്കെ നനഞ്ഞ് പിണ്ടിയായിട്ട് കിടക്കുന്നത്. മഞ്ഞിൻ്റെ വെള്ളമാണ് കേട്ടോ ഇത്. എല്ലാത്തിലും മഴ പെയ്ത് ചോർന്ന പോലത്തെ ആ ഒരു ഇതിലാണുള്ളത്. അത്രക്കും മഞ്ഞാണ് കേട്ടോ. പിന്നെ നമുക്ക് ഷെഡും കൂടെ ആയതുകൊണ്ട് വല്ലാത്ത തണുപ്പാണ്. അതാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ തണുപ്പ് തണുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഞാനിങ്ങനെ തീ കത്തിക്കുമ്പോഴും വെള്ളം അടുപ്പത്ത് ഇങ്ങനെ എപ്പോഴും കുളിക്കാൻ വെള്ളം വെക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ആദ്യമൊക്കെ ഇങ്ങനെ കമൻറ്റ് വരും കേട്ടോ, നിങ്ങൾ കൊടുകിലാണോന്ന്. നമ്മൾ കൊടുകുകാരാണല്ലോ ഈ ചൂടുവെള്ളത്തിലൊക്കെ ഇങ്ങനെ കുളിക്കുകയൊക്കെ ചെയ്യുക. അപ്പം നമ്മൾ കൊടുകിലൊന്നല്ല കേട്ടോ, വയനാട്ടിൽ തന്നെയാണ്. പക്ഷേ തണുപ്പ് വന്നാൽ പിന്നെ എന്താ കാട്ടുക. അങ്ങനെ ഇതാട്ടോ മുറ്റത്തത്തെ കാലാവസ്ഥ നിരീക്ഷണമൊക്കെ കഴിഞ്ഞു. ഞാനിത് അകത്തേക്ക് തന്നെ കയറിയാണ്. മക്കളൊക്കെ അവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഓരോന്ന് ചുട്ട് ഓരോരുത്തർക്ക് അങ്ങോട്ട് കൊടുക്കട്ടെ വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരാൾക്ക് കൊടുത്തിട്ട് വേണം അടുത്ത ആൾക്കുള്ളത് ചുടാൻ. പിന്നെ മറ്റേത് ചുടുന്ന പോലെ അങ്ങനെ ചുട്ട് വെക്കുമ്പോൾ എനിക്കൊരു കുണം തോന്നണില്ല കേട്ടോ. ചൂടോടെ അങ്ങനെ ഓരോരുത്തർക്ക് അങ്ങനെ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. എന്തോ നമ്മളെ ഒരു ചിരട്ടപ്പുട്ടൊക്കെ പോലെ അങ്ങനെ തോന്നുക കേട്ടോ. അങ്ങനെ ഞാനിതാ അപ്പുറത്തെ അടുപ്പിൽ മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കറിയൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തുനിന്ന് പുട്ടും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഓരോരുത്തർ ക്യൂ പാലിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നിച്ചോള്, നാഫി, നാസി, പിന്നെ ഞാൻ. ഇക്കല്ല കേട്ടോ, ഇന്ന് ഇക്കാക്ക് പണി ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പം ഇക്ക പണിക്ക് പോയതാണ്. ഇന്ന് ഇനി വരികയുള്ളൂ കേട്ടോ. ഇന്നലെ പോയതാണ്, ഇന്ന് വരികയുള്ളൂ. അങ്ങനെ ഞാൻ എന്തായാലും ഇത് ചുട്ടെടുക്കട്ടെ. കറി ഞാൻ ചൂടാക്കാൻ വെച്ചെങ്കിലും ഒരാളും ഒരു തുള്ളി കറി എടുത്തിട്ടില്ല ഇനി കേട്ടോ. എന്താ പറയുക, എല്ലാവരും നല്ല ചൂടുള്ള ഈ ഒരു പൊട്ടും പഞ്ചസാര ഇട്ടിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, മക്കളും പിന്നെ ഞാനും. എനിക്ക് പണ്ട് മുതലേ പുട്ടിൽ പഞ്ചസാര ഇട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചൂടോടെ. അപ്പം ഞാനും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളൊക്കെ ഇതാ പിന്നെ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ നിച്ചുമോൾക്ക് ഇന്ന് മദ്രസയിൽ ക്യാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ. അപ്പോൾ ഓള് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചു. വെറുതെ ഒരു കാര്യമില്ലാണ്ട് പോയി മുറ്റത്തുള്ള ഡ്രമ്മൊക്കെ തള്ളി താഴെ ഇട്ടിട്ട് ഞാൻ വന്നത് എന്തിനാണെന്നറിയോ, വഴുതനങ്ങ പറിക്കാൻ വന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നിച്ചുവിന് ക്യാമ്പ് ഉണ്ടെന്ന്. അപ്പം അവിടേക്ക് മദർസിലേക്ക് നമ്മൾ ചോറ് കൊടുത്തയക്കണം. ഓരോ കയ്യിൽ കൊടുക്കണ്ട. ഉച്ച ഒരു 12:45 ആവുമ്പം നമ്മളെ കുന്നിലുള്ള പള്ളിയിൽ അവിടെ ഉസ്താദ് വരും വണ്ടിയും കൊണ്ട്. അപ്പോൾ ഉസ്താദ് പോകുമ്പോൾ ആ ഒരു രക്ഷിതാക്കളോട് എല്ലാവരോടും വണ്ടീൻ്റെ അടുത്തേക്ക് ചോറ് ഓർക്കുള്ള പൊതിച്ചോറ് പോലെ ആക്കിയിട്ട് കൊടുത്തേക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇറച്ചി, മീൻ, മുട്ട അങ്ങനത്തെ ഒന്നും പറ്റൂല. ഒരു സാധാരണ ഒരു
നല്ല ഒരു ചോറും ഒരു കറിയും ഒരു ഉപ്പേരിയും അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിൽ സാമ്പാർ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് വഴുതനങ്ങ ഒന്ന് പറിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിനെ. പിന്നെ നേരെ അത്തേക്ക് തന്നെ വന്നതാണ് വേഗം അലക്കാനുള്ള തുണികളൊന്ന് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കല്ലിൽ കാര്യമായിട്ട് അലക്കാനൊന്നുമില്ല, ബാക്കിയൊക്കെ ഞാൻ മെഷീനിൽ തന്നെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു പണികൾ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ അത് അവിടെ അങ്ങോട്ട് ആയിക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതവിടെ ഇട്ടു. പിന്നെ വേഗം അകമൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കി ഞാൻ വേഗം ഒന്ന് അടിച്ചൊക്കെ വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരു ലോഡ് പാത്രം ഉണ്ട് കേട്ടോ കഴുകാൻ. ഒരു ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് പാത്രം കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി എടുക്കട്ടെ. ആദ്യം അവിടെ ആ ഒരു ഡ്രമ്മിൻ്റെ മേലെ നിങ്ങൾ പുട്ടിൻ്റെ കുറ്റിയും കുഴലും ഇതൊക്കെ കാണില്ലേ, ആദ്യം അതിൽ ചുടാന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അത് എടുത്ത് അവിടെ വെച്ചത്. പിന്നെ മക്കൾ പറഞ്ഞു അതിൽ വേണ്ട അമ്മച്ചി മറ്റേൽ മതിയെന്ന്. അപ്പം അതിന് അവിടെ തന്നെ വെച്ചിട്ട് പിന്നെ മറ്റേൽ ചുട്ടതായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും വേഗം പാത്രമൊക്കെ ഒന്ന് കഴുകി എല്ലാം അതിൻ്റേതായ സ്ഥലത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തുടക്കലും പിന്നെ കുറച്ച് വെള്ളം പിടിക്കാനും മുറ്റടിക്കലും ബാക്കിയുള്ള എല്ലാ പണികളും തീർത്തിട്ടുണ്ട്. എന്നിട്ടാണ് ചോറും കറിയും ആക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള എല്ലാ പണിയും തീർത്തിട്ടാണ് ഇന്ന് ഞാൻ ചോറിനും കറിക്കും നിന്നത്. കൊടുത്തയക്കാനുള്ളതാണ്, അപ്പോൾ ആ ഒരു ചൂടോടെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ചോറിനുള്ള വെള്ളം ഒന്ന് തീയൊക്കെ കത്തിച്ചിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഒന്നുമില്ല, ഉള്ള കുറച്ച് കഷ്ണങ്ങളും പരിപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ഉരുളക്കിഴങ്ങും പിന്നെ എന്തൊക്കെ ഇനി വഴുതനങ്ങ എന്തൊക്കെ അതിനൊന്നും ഓർമ്മയൊന്നുമില്ല കേട്ടോ. ഉള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ആ പരിപ്പൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. തേങ്ങ വറുത്തരച്ചിട്ട് വെക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാൻ അങ്ങോട്ട് ഒരു പൊടി ഇട്ടിട്ട് അങ്ങോട്ട് ഇടലാണ്. ഇന്നിപ്പം കൊടുത്തയക്കണ്ടേ, അപ്പോൾ പിന്നെ തേങ്ങയൊക്കെ വറുത്തരച്ച് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് അടുപ്പത്തൊക്കെ ഒന്ന് വേവാൻ വേണ്ടി വെച്ചിട്ട് അപ്പോഴത്തേക്കും നമ്മളെ ചോറിൻ്റെ വെള്ളമൊക്കെ നല്ലോണം അങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി അങ്ങ് ഇട്ട് കൊടുത്താൽ ചോറ് അങ്ങോട്ട് ആയിക്കോളും. പിന്നെ എന്തെങ്കിലും ഒന്ന് ഉപ്പേരിയും വെക്കണം, അത് തന്നെയാണ് കേട്ടോ. അധികമൊന്നുമില്ല. പിന്നെ കുറച്ച് അച്ചാറും എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് പൊതിഞ്ഞിട്ട് കൊടുത്തയക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. വേഗം ഇനിയിപ്പോൾ സമയം വഴുകുമോ ഉസ്താദ് വരുമ്പോഴേക്കും ആവൂലേ എന്നൊക്കെയുള്ള വേജാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം ചടപടേന്ന് അങ്ങോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ പൊട്ടിച്ച തേങ്ങേൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ചിരണ്ടി എടുത്തു. അത് നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മുളകും പൊടി മല്ലിപ്പൊടി ഒരു ഇച്ചിരി സാമ്പാർ പൊടിയും കൂടെ ഇട്ടിട്ട് ഞാൻ നല്ലോണം ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുത്തു. പിന്നെ അതും അരച്ചെടുത്താണ്. അപ്പോഴത്തേക്കും നമ്മളെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒറ്റൊരു വിസിലടുപ്പിച്ചപ്പോഴേക്കും അതും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പരിപ്പും എല്ലാം ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ആക്കൽ. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി കറിയോ ഒന്ന് വറവിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബീട്രൂട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതങ്ങോട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അതും ഒന്ന് വേഗം ആ ഒരു ചിരണ്ടണ സാധനമല്ലേ അതിലൊക്കെ ഒന്ന് ഇട്ട് ചിരണ്ടിയൊക്കെ ഒന്ന് എടുത്തേണ്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകും പൊട്ടിച്ച് നമ്മളെ ഉപ്പേരി ഒന്ന് ഞാൻ വേവിച്ചെടുക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ അത് വാഴൻ്റെ ഇലയിൽ വേണം പൊതിഞ്ഞ് കൊടുത്തേക്കാൻ, പാത്രത്തിൽ പറ്റൂല എന്ന് പറഞ്ഞേണ്. ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോണ ചോറ് നമ്മളെ മക്കൾക്ക് തന്നെ കിട്ടണം എന്നൊന്നുമില്ല, പൊതിച്ചോറ് പോലെ ആക്കിയിട്ട് ഓരോ പൊതി ഓരോരോ കുട്ടികൾക്ക് കൊടുക്കുക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരിയും കൂടെ ഒന്ന് വേഗം സെറ്റാക്കി എടുക്കുന്നുണ്ട്. മേലേക്ക് പോകും വേണം ഇതൊക്കെ ആക്കിയിട്ട്. എനിക്കാണെങ്കിൽ ഇനി എന്തിനടുത്തേക്ക് പോവുകയാണെങ്കിലും പണികളൊക്കെ ഒന്ന് തീർത്തിട്ട് പോയാൽ പിന്നെ ഒരു സമാധാനമാണല്ലോ. ഇതൊക്കെ അങ്ങോട്ട് ആക്കി ഇതും കൂടെ പെരങ്ങിയ പാത്രങ്ങളും കൂടെ ഒന്നാണ്ട് കഴുകി വെച്ചാൽ ഇന്നത്തെ പണികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത് കൊണ്ടുപോയി കൊടുത്ത് വന്നിട്ട് പിന്നെ കുളിക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഉപ്പേരിയും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടി റെഡിയാക്കി ഒന്ന് തീയൊക്കെ കുറച്ച് ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് എന്തൊക്കെയോ പിഴവുകളൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. മനുഷ്യനല്ലേ, ഇടയ്ക്ക് ഇങ്ങനെ തെറ്റൊക്കെ പറ്റൂലേ. അങ്ങനെ ഞാൻ വേഗം പോയി വാഴൻ്റെ ഇലയൊക്കെ ഒന്ന് വെട്ടി കൊടുന്നേന് കേട്ടോ. എനിക്കാണെങ്കിൽ വാഴൻ്റെ ഇലയിൽ പൊതിയാക്കലൊന്നും വലിയ പിടുത്തമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മളങ്ങനെ പൊതിച്ചോറൊന്നും അങ്ങനെ ആക്കണില്ലല്ലോ. പിന്നെ വാഴൻ്റെ ഇലയൊക്കെ ഒന്ന് വേഗം ഗ്യാസിൻ്റെ മേലെ അങ്ങനെ ചൂടിലൊക്കെ കാട്ടി ഒന്ന് വാട്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും താത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മേലേക്ക് ഇത് കൊണ്ടുവരി പോവാനും സമയമായി എന്ന് പറഞ്ഞപ്പോൾ വേഗം ചോറ് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നു. ചോറും ഉപ്പേരിയും പിന്നെ ആ ഒരു സാമ്പാറും പിന്നെ കുറച്ച് അച്ചാറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നും ഉണ്ടായിരുന്നില്ല. മീൻ കറിയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കൊടുത്തയക്കാൻ പറ്റൂല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ അതൊന്നും കൊടുത്തയച്ചിട്ടില്ല. ഇറച്ചിയും ഒന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ എല്ലാ കുട്ടികളും ചിലപ്പം എന്താണ് എങ്ങനെയാണ് എന്നൊന്നും അറിയൂലല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാധാ നാടൻ ചോറും കറിയും ഒരു ഉപ്പേരിയും മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ഇതാ ചോറും ഉപ്പേരിയും കറിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഞാനിതാ നമ്മളെ ചോറ് ഒന്ന് വേഗം പൊതിയാക്കി ഒരു പേപ്പറും കൊണ്ടൊക്കെ പൊതിഞ്ഞ് ഒന്ന് കെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഇതും കൊണ്ട് മേലേക്ക് പോവുകയാണ്. പിന്നെ എല്ലാവരും കുറച്ച് 4ാം ക്ലാസ് മുതൽ 10 വരെയുള്ള കുട്ടികൾക്കാണ് ക്യാമ്പ് ഉള്ളത്. അങ്ങനെ ഇതാ ഉസ്താദ് ഞങ്ങൾ പോകുമ്പോഴത്തേക്കൊക്കെ വണ്ടിയൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചോറ് കൊണ്ടുപോയിട്ട് അതിൽ വെച്ചിട്ട് തിരിച്ച് പോരുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാണ് നമ്മളെ വീടിൻ്റെ ആ ഒരു പരിസരത്ത് കുറച്ച് മേലേക്ക് പോയാൽ ഒരു താഴെ നമ്മളെ വീടിൻ്റെ അവിടെ ചെറിയൊരു പള്ളിയുണ്ട്. മെയിൻ പള്ളി നമ്മളെ ബാവലി ടൗണിലാണ് കേട്ടോ മക്കാമൊക്കെ ഉള്ള പള്ളി ഉള്ളത്. അങ്ങനെ ഇതാ ചോറൊക്കെ കൊടുത്ത് അവിടെ കുറച്ച് നേരം നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നേരെ പുരയിലേക്ക് പോകുന്നതാണ്. വേഗം വന്ന് ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ വേഗം കുളിക്കുകയൊക്കെ ചെയ്തു ചോറ് വയ്ക്കുകയാണ് കേട്ടോ. ചോറും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും മേലേക്ക് പോകണം. ഇന്ന് നമ്മളെ എന്താ പറയുക റിസൾട്ടൊക്കെ വന്നിട്ടേ അവിടെ ഇങ്ങനെ ഓരോ പരിപാടിയോ ജാതിയോ അതും ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ വെറുതെ അതൊക്കെ നോക്കി അങ്ങനെ റോട്ടുമ്പോൾ പോയി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നോക്കി അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അസ്സലാമലൈക്കും.